കണ്ടാലൊരു ബീഫ് കട്ട്ലേറ്റോ ചിക്കൻ കട്ട്ലേറ്റോ ഒക്കെ ആണെന്ന് തോന്നിക്കുമെങ്കിലും ഇത് നല്ല പ്യുവറായിട്ടുള്ള വെജ് കട്ട്ലേറ്റാണ് കേട്ടോ. നമ്മൾ ചക്ക കൊണ്ടാണ് ഈ കട്ട്ലേറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ പറഞ്ഞാൽ മാത്രമേ അറിയത്തുള്ളൂ ഇത് ചക്ക കൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നതെന്ന്. കാരണം ഇത് നമുക്ക് ഒരു ബീഫ് കട്ട്ലേറ്റൊക്കെ കഴിക്കുന്ന ഒരു ഫീൽ കിട്ടുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കിതുപോലത്തെ ഇടിച്ചക്കയാണ് വേണ്ടത്. അത് തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് ഇതുപോലെ ആവിയിൽ വേവിച്ചെടുക്കണം. ഒരു 15-20 മിനിറ്റൊക്കെ കൊണ്ട് വെന്ത് കിട്ടുവേ. ഇനി ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ചതച്ചിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു കടായിൽ എണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് 2 സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഉപ്പ്, കറിവേപ്പില ഇത്രയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വഴണ്ട് വരുമ്പോൾ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി ഇത്രയും മാത്രം മതി കേട്ടോ. മഞ്ഞൾപ്പൊടി കുറച്ച് മതി. കുരുമുളക് പൊടിയും ഗരം മസാലയും ഓരോ ടേബിൾ സ്പൂൺ വീതം ഇട്ട് കൊടുക്കണേ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പൊടികളുടെ പച്ചമണം മാറുമ്പോഴത്തേനും നമ്മൾ ആ ഒരു ചതച്ച് വെച്ചിട്ടുള്ള ചക്കയില്ലേ അതിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഉപ്പ് പോരാൻ തോന്നിയാൽ ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ഇട്ട് കൊടുക്കണേ. ഇനി കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് മിക്സ് ചെയ്തെടുത്താൽ നമുക്ക് കട്ട്ലേറ്റിനുള്ള കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതുപോലെ കലക്കി വെക്കാം. കുറച്ച് ലൂസായിട്ട് കലക്കി വെക്കണേ. ഇനി നമുക്ക് ബ്രെഡും കൂടെ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. തീരെ ഫൈൻ പൗഡർ ആകണ്ട, ഇതുപോലെ തരിതരിപ്പായിട്ട് പൊടിച്ച് വയ്ക്കാം. ഇനി ചൂടാറിയ കട്ട്ലേറ്റിൻ്റെ മസാല ഇതുപോലെ ചെറിയ ബോളുകളാക്കി എടുക്കണം. എന്നിട്ട് കോൺഫ്ലവറിലൊന്ന് മുക്കിയെടുക്കാവേ. ഈ കോൺഫ്ലവറിന് പകരം വേണമെങ്കിൽ മൈദ വേണമെങ്കിലും കലക്കിയെടുത്താൽ മതി. ഇനി അതുമല്ല മുട്ട വേണമെങ്കിലും ബീറ്റ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ പ്യുവറായിട്ട് വെജായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് മുട്ട യൂസ് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതുപോലെ ബ്രെഡ് ക്രംസിലേക്ക് നേരെ ഇട്ട് കൊടുത്തിട്ട് എല്ലാം ഒന്ന് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് കട്ട്ലേറ്റിൻ്റെ മോൾഡ് ഉണ്ടെങ്കിൽ അതിൽ ഷേപ്പാക്കി എടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ ബോട്ടിലിൻ്റെ അടപ്പ് കൊണ്ടിട്ട് ഷേപ്പാക്കി എടുത്താലും മതി. അപ്പോൾ ഇതാ എല്ലാം ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട്ലേറ്റ് പൊരിച്ചു കോരി എടുക്കാവേ. ഒരു ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കൊടുത്തായിരുന്നു. എണ്ണ നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് ഓരോ കട്ട്ലേറ്റായിട്ട് ഇട്ട് കൊടുത്തു. ആ എണ്ണയിൽ കൊള്ളുന്ന കട്ട്ലേറ്റ് മാത്രം ഇട്ട് കൊടുക്കണം കേട്ടോ. ഒരുപാട് തിക്കി നിറച്ച് ഇട്ട് കൊടുത്താൽ കട്ട്ലേറ്റ് പൊട്ടിപ്പോവേ. അതുപോലെ ആദ്യം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചിട്ടതിന് ശേഷം ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേണം കട്ട്ലേറ്റ് പൊരിച്ചു കോരാനായിട്ട്. ഇതാ ഈ ഒരു കളറൊക്കെ ആകുന്നിടം വരെ തിരിച്ച് മറിച്ച് വിട്ട് പൊരിച്ചു കോരിയെടുക്കാം. പിന്നെ ഞാൻ കുറച്ച് ടൊമാറ്റോ സോസും കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ കുട്ടികൾക്ക് ഏതിൻ്റെ കൂടെയും സോസ് വേണം. പിന്നെ കട്ട്ലേറ്റിൻ്റെ കൂടെ പ്രത്യേകം പറയണ്ടല്ലോ. അപ്പം നല്ല ഹോം മെയ്ഡ് സോസും കൂട്ടി ഈ ഒരു കട്ട്ലേറ്റ് കഴിച്ച് നോക്കണം. അടിപൊളിയാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ.